ഇത് നമ്മളെ സ്വന്തം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. ഞാനും ശ്രീഹരിയും കൂടെ രാവിലെ തന്നെ എങ്ങോട്ടേക്കാന്ന് വെച്ചാൽ ഞങ്ങളുടെ ഉയർന്ന നൻപൻ അശ്വന്തിൻ്റെ കല്യാണത്തിനേക്കാണ്. അങ്ങനെ ഞങ്ങളുടെ എൻഗേജ്മെൻറ്റിന് ശേഷം ഇതാ ഇവൻ്റെ കല്യാണം കൂടാൻ വേണ്ടി പോവാണ്. ഇതൊരു കോഴിക്കോട് കൊല്ലം ലവ് സ്റ്റോറിയാണിത്. കഥാനായകൻ രാവിലെ തന്നെ ഇവിടെ ഹാജരായിട്ടുണ്ട്. അശ്വന്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇച്ചൻ്റെ സ്കൂളിൽ 5ാം ക്ലാസ്സിലാണ് ഞാൻ ഈ മുതലിനെ ആദ്യമായിട്ട് കാണുന്നത്. അന്നേ ഇതുപോലെ തന്നെ ബ്ലാ 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 ആയിരുന്നു. എന്നിട്ട് ഞങ്ങളുടെ സാറ് പറയായിരുന്നു ഇവൻ്റെ വായിക്കൊരു സിനിമ കൂടെ ഉള്ളത് എൻ്റെ സ്വന്തം ശ്രീകുട്ടൻ, വേണമെങ്കിൽ എൻ്റെ ഫിയാൻസി എന്നൊക്കെ പറയാട്ടോ. അങ്ങനെ അച്ചൂട്ടൻ്റെയും ശ്രീകുട്ടൻ്റെയും കൂടെ അച്ചൂട്ടൻ്റെ തന്നെ കല്യാണം കൂടാൻ വേണ്ടി പോവുകയാണ്. രാവിലത്തെ 6:10 ജനശതാബ്ദിയിലാണ് ഞങ്ങൾ പോകുന്നത്. അച്ചൂട്ടനാണോ ഇന്ത്യൻ റെയിൽവേ ആണോ ചോദിച്ചാറില്ല. ഞങ്ങൾ രണ്ടുപേരും കപ്പിൾ ഗോൾസ് ആയിട്ട് ഒരു സീറ്റിലേക്ക് ഇരുന്ന് പോകാമെന്ന് വെച്ചപ്പോൾ ഞങ്ങൾ അക്കരെ ഇക്കരയായി പോയി. കണ്ട എവിടെ പോയാലും മീനാണ്. TTRന് വരെ പഠിപ്പിക്കുന്നത് ഞങ്ങൾ. ലഗേജൊക്കെ സെറ്റിലാക്കി ഇനി ഉറങ്ങാനുള്ള തിരക്കില്ല മൂപ്പര്. ആ തിരക്കിലൊന്ന് തിരിഞ്ഞൊന്ന് നോക്കി എവിടെ എൻ്റെ കൂടെ എത്തിണ്ടായിരുന്നല്ലോ. കണ്ട്. ഓക്കെ, അപ്പൊ ഗുഡ് നൈറ്റ്. അമ്മാവന്റെ ആദ്യത്തെ കല്യാണം ഇത്. ഹാപ്പി മാരീഡ് ലൈഫ്. ഞങ്ങളാരും അങ്ങനെ താൽക്കാരല്ല. പിന്നെ ഇതാ ഉറക്കൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് സെൽഫി വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഇനി സാഗിയും കയറാനുണ്ട്. ഇരുന്നിരുന്ന് മടുത്തപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് വീഡിയോഗ്രാഫി സ്കിൽസൊക്കെ നോക്കാമെന്ന് വെച്ച് അങ്ങനെ അതിസാഹസികമായി ഞാൻ വീഡിയോസൊക്കെ എടുത്ത്. ഇതാണ് കുട്ടേട്ടൻ്റെ മോൻ നേതു. തൃശ്ശൂർ നമ്മുടെ സ്വന്തം സാഗിനും കൂടെ. പിന്നെ ഞങ്ങളിത് ആ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തി. അത് കഴിഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ് കയറി. റെസ്റ്റോറൻറ്റിൻ്റെ പേരെന്തായിരുന്നു പറഞ്ഞു. ഇവിടുന്ന് ആസ് യൂഷ്വൽ ബിരിയാണി കഴിച്ചു. നല്ല ആംബിയൻസ് ഒക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു. ഇതല്ല ഗൈസ്, യാത്രാക്ഷണം കാരണം പാവച്ചക്കന്മാർ ഉറങ്ങിപ്പോയി. തലേന്ന് തന്നെ ഞങ്ങൾ പോയത് എന്തിനാണെന്ന് വെച്ചാൽ പുടവ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ചടങ്ങുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ സ്നേഹനെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോവാണ്. സാഗിനെ കണ്ടു. അശ്വന്തിൻ്റെ ഒഫീഷ്യൽ ടച്ചപ്പായിട്ട് മാറി. അങ്ങനെ ഞങ്ങൾ സ്നേഹനെ കണ്ടു. ഇതാണ് നമ്മുടെ ബ്രൈഡ് സ്നേഹ. കണ്ടോ, അശ്വന്തിന് ഇവിടെ അടങ്ങി നിൽക്കാൻ പറ്റുന്നില്ല. വരനാന്നുള്ള ഓർമ്മയും തോന്നില്ല. ഇവൻ അവിടുന്നും കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ പുടവ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചടങ്ങ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഇതാ അവരുടെ രണ്ടുപേരുടെയും ഫോട്ടോഷൂട്ടാണ്. ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. പിറ്റേ ദിവസം അതായത് കല്യാണത്തിൻ്റെ ഔട്ട്ഫിറ്റാണിത്. നമ്മൾ പുതിയ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ കുറേ കാട്ടിക്കൂട്ടലുകൾ ഉണ്ടാവുമല്ലോ. ആ കാട്ടിക്കൂട്ടലുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്രൂട്ടീഷനൊക്കെ കഴിഞ്ഞ് മണവാളൻ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ശ്രീഹരി നൻപൻ്റെ കല്യാണം ആയതുകൊണ്ട് രക്ഷാധികാരി ബൈജു സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് നടക്കും. ജെൻസിനൊക്കെ ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു. യാദൃശികമായിട്ട് ഞാനും ആ കളറിൽ പെട്ടു. പിന്നെ എന്താ വരെ പച്ചപ്പടേൻ്റെ ഫോട്ടോ എടുപ്പായിരുന്നു. അശ്വന്തിൻ്റെ സിംഗിൾ വീഡിയോസോ പിക്സോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഫുള്ളൊരു തിരക്കായി പോയി. പിന്നെ നേരെ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ അവിടെ എത്തിയപ്പോൾ ഒരുപാട് ചടങ്ങുകളുണ്ടായിരുന്നു. ഈ റെഡ് ഡ്രസ്സ് ഇട്ടതാണ് സ്നേഹൻ്റെ അനിയൻ, അതായത് അശ്വന്തിൻ്റെ അളിയുടെ എങ്ങനെ കാല് കഴുകിക്കുന്ന ചടങ്ങ്. പിന്നെ താലം പിടിച്ച് ഒരുപാട് പെൺകുട്ടികൾ നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അധികം പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കല്യാണം ഉണ്ടാവുക. ഓഡിറ്റോറിയത്തിൽ കുറവ്. ഈ വരുന്നതാണ് നമ്മളെ ബ്രൈഡ് സ്നേഹ. നല്ല രസത്തിൽ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്നേഹൻ്റെ എൻട്രി ആയിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ കുറച്ച് സെൽഫിയൊക്കെ എടുത്ത്. കപ്പിൾ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ സദ്യ കഴിച്ചതൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഇതാ ഇവരുടെ കുറേ എന്തൊക്കെയോ ചടങ്ങുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് സ്നേഹയും പിന്നെ സ്നേഹൻ്റെ അച്ഛനൊക്കെ കൂടെ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇവരെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. ഇവർ രണ്ടുപേരും ആയുർവേദ ഡോക്ടേഴ്സാണ്. തിരുവനന്തപുരം കോളേജിലാണ് പഠിച്ചതൊക്കെ. അന്ന് മുതലേ ഉള്ള പ്രണയമൊക്കെയാണിത്. പിന്നെ അശ്വന്ത് ഇപ്പോൾ വീണ്ടും ഒരു ഡിഗ്രി പോരാന്ന് പറഞ്ഞാൽ ആലപ്പാഴ കോളേജിൽ MBBSന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ 2K കിഡ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അവരുടെ കോളേജിൽ ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഫുള്ളൊരു റഷായിരുന്നു. ഓഡിറ്റോറിയത്തിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനും അത്യാവശ്യം ദൂരമുണ്ട്. പിന്നെ നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ആക്ച്വലി സ്നേഹിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് റെയിൽവേ സ്റ്റേഷനിൽ വരാനും ട്രെയിനിൽ പോകാനൊക്കെ ആളൊരു നിഷ്കുവാണ്. പിന്നെ ഇതാ വന്ദേ ഭാരത് വന്നു. ഞാൻ ഈ വന്ദേ ഭാരത് എന്ന് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. ഏകദേശം ആഴ്ചയിലും ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളാണെങ്കിലും വന്ദേ ഭാരതിൽ ഞാൻ ആദ്യമായിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. എന്തായാലും അച്ചൂട്ടൻ നന്ദി ഇങ്ങനൊരു അവസരം ഒരുക്കി തന്നതിൽ. അങ്ങനെ ഞങ്ങളെല്ലാവരും കയറി. അഗെയിൻ ഞാൻ വീണ്ടും ഒറ്റയ്ക്കായി. കപ്പിൾ ഗോളായിട്ട് ചിരിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ രണ്ടുപേരും ഞാൻ സോറി വേറെ ചെയ്തു. പിന്നെ അവർ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അങ്ങനെ കല്യാണമൊക്കെ അടിച്ചു പൊളിച്ചു. അങ്ങനെ പിന്നെ എല്ലാവരും പിരിയാൻ പോവാണ്. പിന്നെ ഏത് ടാറ്റ വരും. ടാറ്റാ.